ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞാൽ GKയുടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഫെബ്രുവരി 5 കറണ്ട് അഫയേഴ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലാദ്യത്തെ ന്യൂസാണ് പറയുന്നത്, ആർമി ഫ്ലാഗ്സ് ഓഫ് ഭാരത് രൺഭൂമി ദർശൻ എക്സ്പെഡിഷൻ ഫ്രം ദ്വാരക. ഗുജറാത്തിലെ കോസ്റ്റൽ സിറ്റി ആയിട്ടുള്ള ദ്വാരകയിൽ ഇന്ത്യൻ മിലിറ്ററി ഓഫീസേഴ്സ് ഭാരത് രൺഭൂമി ദർശൻ എക്സ്പെഡിഷൻ ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ് ആദ്യത്തെ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു എക്സ്പെഡിഷൻ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നേവി ഗണ്ണേഴ്സും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടീമിൽ അവർ 3400 കിലോമീറ്റേഴ്സ് ഇന്ത്യയുടെ വെസ്റ്റേൺ ഫ്രണ്ടിയറിൽ അവർ ട്രാവൽ ചെയ്യും. പിന്നെ ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും ബോർഡേഴ്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ ഈ ഒരു എക്സ്പെഡിഷൻ ടീം ട്രാവൽ ചെയ്യുക. അടുത്തത് പറയുന്നത്, വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് 2026 ഓപ്പൺ ഇൻ ദുബായ്. 2026 വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് തുടങ്ങുകയാണ്. ദുബായിൽ വെച്ചിട്ടാണ് ഇവർ ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെൻറ്റ്സ്. അതാണ് ഈ വർഷത്തെ സമ്മിറ്റിൻ്റെ, വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൻ്റെ തീം എന്ന് പറയുന്നത്. അടുത്തത്, യുംനം കെൻചന്ദ് സെറ്റ് ടു ബിക്കം മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ. ഈ ഒരു ന്യൂസിൽ പറയുന്നത്, മണിപ്പൂരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് യുംനം കെൻചന്ദിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആള് നിയമിതനാവാൻ പോവുകയാണെന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. 2025 ഫെബ്രുവരിയിൽ മണിപ്പൂർ മുഖ്യമന്ത്രി ആയിരുന്ന N ബീരൻ സിംഗ് ആയിരുന്നു 2025 ഫെബ്രുവരി വരെ മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി. പിന്നെ അദ്ദേഹം അത് റിസൈൻ ചെയ്തു. ആ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം അവിടെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമായിരുന്നു. ദെൻ അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യുംനം കെൻചന്ദ് ആണ് മണിപ്പൂരിൻ്റെ മിനിസ്റ്ററായിട്ട് വരുന്നതെന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത്, മണിപ്പൂരിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ആരാണ് നിയമിതയാവാൻ പോകുന്നതെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ക്യാംപോക്പിയിൽ നിന്നിട്ടുള്ള കുക്കീസോ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു MLA ആണ് നെംച കിംകൻ. നെംച കിംകൻ ആണ് മണിപ്പൂരിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് നിയമിതയാകാനായിട്ട് ചാൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ആദ്യത്തെ വുമണും പിന്നെ ഈ ഒരു കുക്കീസോ വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് നെംച കിംകൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സ്റ്റേറ്റ് അസംബ്ലി 2027 ഫെബ്രുവരിയിൽ അവസാനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഹെവൻ വൺ ടു ബിക്കം വേൾഡ്സ് ഫസ്റ്റ് പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷൻ. ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷൻ ആയിട്ടുള്ള ഹെവൻ 1നെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2025 തുടക്കത്തിൽ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് യൂസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യാനാണ് അവർ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഹെവൻ 1നെ കുറിച്ച്, അല്ലെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ലോ എർത്ത് ഓർബിറ്റിൽ കൊമേഴ്ഷ്യൽ ഔട്ട് പോസ്റ്റ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ഏജൻസീസുകളിൽ നിന്നും ഇൻഡിപെൻഡൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത്, ഈ ഫാൽക്കൺ 9 റോക്കറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഹെവൻ 1 എന്ന് പറയുന്നതിനെ ഓർബിറ്റിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഇത് ഒരു ഓട്ടോണമസ് സാറ്റലൈറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുക. പിന്നെ ഈ ഒരു മിഷൻ്റെ ഫസ്റ്റ് ഫേസിൽ അൺക്രൂഡ് ആയിരിക്കും, ഹ്യൂമൻസ് ഒന്നും ഉണ്ടാവില്ല. അടുത്തത്, വേൾഡ് സീ ഫുഡ് കോൺഗ്രസ് 2026. 2026 വേൾഡ് സീ ഫുഡ് കോൺഗ്രസ് ചെന്നൈയിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈനിയൽ ഫോറാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഫിഷ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് UN റെക്കഗ്നൈസ്ഡ് NGO, PDA വെഞ്ചേഴ്സ് ആൻഡ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ഹൈദരാബാദ്. ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു
സീ ഫുഡ് കോൺഗ്രസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇവരാണ്. പിന്നെ ഇത് കോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് വിത്ത് സപ്പോർട്ട് ഓഫ് മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ദ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസ് ആൻഡ് നീതി ആയോഗ്. ഇവരെല്ലാം ഈ ഒരു പരിപാടിനെ പിന്തുണക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇവന്റിന്റെ ടെക്നിക്കൽ പാർട്ട്ണർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR ആണ് ഈ ഒരു ഇവന്റിന്റെ ടെക്നിക്കൽ പാർട്ട്ണർ. അടുത്തത് 30th ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കഞ്ചർ 13 ഷെഡ്യൂൾ ഇൻ അസം. അസമിൽ വെച്ചിട്ട് ഫെബ്രുവരി 4th മുതൽ 17th വരെ നടക്കുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ് കഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ 30th എഡിഷൻ ആണ് നടക്കാൻ പോകുന്നത്. കിർഗിസ്ഥാൻ ആർമിയും ഇന്ത്യൻ ആർമിയും ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഇവര് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ആനുവൽ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ആണ്. പിന്നെ ഈ ഒരു കഞ്ചർ ആദ്യമായിട്ട് നടന്നത് 2011 ഡിസംബറിൽ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ നഹാനിലാണ് ഇത് ആദ്യമായിട്ട് നടന്നിട്ടുള്ളത്, ഈ ഒരു എക്സസൈസ്. പിന്നെ പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഇവന്റ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. ഈ ഒരു വർഷം ഇന്ത്യയിലാണ്, സോ നെക്സ്റ്റ് ഇയർ കിർഗിസ്ഥാനിലായിരിക്കും ഈ ഒരു എക്സസൈസ് അവര് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഈ ഒരു 40-day മിലിറ്ററി എക്സസൈസ് ലക്ഷ്യം വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഫോഴ്സുകൾ തമ്മിൽ ഒരു ഇന്റർ ഓപ്പറേറ്റബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഇവന്റ് മെയിനായിട്ടും നടത്തുന്നത്. അടുത്തത് DST സയന്റിസ്റ്റ് ഡെവലപ്പ് ഫോട്ടോ റീചാർജബിൾ സൂപ്പർ കപ്പാസിറ്റർ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം സോളാർ എനർജി ശേഖരിക്കാനും സ്റ്റോർ ചെയ്യാനും കഴിയുന്ന ഒരു ഉപകരണത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഫോട്ടോ റീചാർജബിൾ സൂപ്പർ കപ്പാസിറ്റർ. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സെന്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സയന്റിസ്റ്റുകളാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് CENS എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് രാംജെറ്റ് ടെക്നോളജി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് രാംജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒഡീഷയിലെ ചാന്ദിപൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് ഈ ഒരു ഉപകരണത്തിന്റെ പരീക്ഷണം ആദ്യമായിട്ട് നടത്തിയിരിക്കുന്നത്. ഈ SFDR സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് രാംജെറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിസൈലുകൾക്ക് അതിന്റെ സൂപ്പർസോണിക് സ്പീഡിൽ തുടർച്ചയായിട്ട് ആ ഒരു സസ്റ്റെയിൻഡ് ത്രസ്റ്റ് നൽകുന്ന ഒരു എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഈ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ കമ്പഷന് വേണ്ടിയിട്ട് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് കമ്പഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു റോക്കറ്റുകളിൽ നിന്ന് ഇത് അതിന്റെ എനർജി മെയിൻറ്റെയിൻ ചെയ്യും. ത്രൂ ഔട്ട് അതിന്റെ ഫ്ലൈറ്റിന്റെ സമയത്തും അതിന്റെ ടെർമിനൽ ഫേസിലും അതിന്റെ എനർജി ഇത് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്. അടുത്തത് GKയുടെ ക്ലാസ് അടുത്ത ഫാക്കൽറ്റി എടുക്കും.